إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ ഏറെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നത് ആരാണ് എന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ചുകൊണ്ട് നമ്മുടെ മറുപടി പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. പല ആളുകളും പറയും എൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പയാണ്, എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ അധ്യാപകനാണ്. അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് അവരുടെ ഉത്തരങ്ങൾ തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആരാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് മറ്റാരുമല്ല, അത് റഹ്മാനായ റബ്ബ് തന്നെയാണ്. അതൊരിക്കലും വെറുതെ പറയുന്ന ഒരു വാചകമല്ല. ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅമത്തുകൾ ജീവിതത്തിൽ അവൻ ഏറ്റി നമ്മൾ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. എന്തെല്ലാം ഇല്ല എന്ന് പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാൻ നമ്മുടെ ജീവിതം തന്നെ സാക്ഷിയാണ് എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇത്രയേറെ നിഅമത്തുകൾ നമുക്ക് ചെയ്തു തന്ന റഹ്മാനായ റബ്ബിനോട് ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടും ഒരുപാട് വേണ്ടാത്തരങ്ങൾ അവൻ ചെയ്യരുത് എന്ന് പറഞ്ഞ, അവൻ പോകരുത് എന്ന് പറഞ്ഞ, അവൻ കേൾക്കരുത് എന്ന് പറഞ്ഞ, അവൻ എന്തെല്ലാം നിരോധനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടോ ആ നിരോധനങ്ങളെല്ലാം ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകളൊന്നും അവൻ പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരടയാളമായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു മനുഷ്യനോടാണ്, ഏതെങ്കിലും ഒരു സഹപ്രവർത്തകനോടാണ് നമ്മൾ ആ രൂപത്തിൽ ചെയ്തത് എങ്കിൽ അവൻ ചെയ്യരുത് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അവൻ കേൾക്കരുത് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും ധിക്കാരപൂർണമായി നമ്മൾ അവനോട് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അവൻ എന്തെല്ലാം നിഅമത്തുകൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഔദാര്യമായി കൊണ്ട് അവൻ ചെയ്തു തരുന്നുണ്ടോ അതെല്ലാം ഒരു വേള അവൻ സ്റ്റോപ്പ് ആക്കുമെന്നുള്ളതാണ്. അതെല്ലാം അവൻ അവന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അവൻ സ്റ്റോപ്പ് ആക്കും. കാരണം മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ്. പക്ഷേ റഹ്മാനായ റബ്ബ് ഒരിക്കലും അങ്ങനെയല്ല. അവനോട് എന്തെല്ലാം ധിക്കാരങ്ങൾ, എന്തെല്ലാം അനുസരണക്കേടുകൾ നമ്മൾ കാണിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു തന്ന നിഅമത്തുകളൊന്നും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയോട് അങ്ങേയറ്റം അടുപ്പമുള്ളവനും അങ്ങേയറ്റം സ്നേഹമുള്ളവനും തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിൽ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്
നബിയെ, അങ്ങയോട് എന്നെ പറ്റി എൻ്റെ അടിയാറുകൾ, എൻ്റെ ദാസന്മാർ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നീ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥനായവനാണ് എന്ന് നീ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. മറ്റു ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണെന്നും അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണെന്നും എൻ്റെ അടിയാന്മാർക്ക് നീ അറിയിച്ചു കൊടുക്കണം നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിക്കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, എൻ്റെ അടിയാറുകളെ, നിങ്ങൾ രാവിലെയും രാപ്പകലുകളില്ലാതെ നിങ്ങൾ തിന്മകൾ ചെയ്തു കൂട്ടുന്നു. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരിക തന്നെ ചെയ്യും. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പാപമോചനം ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. പ്രിയപ്പെട്ടവരെ, അത്രയേറെ മനുഷ്യനെ, അത്രയേറെ അവന്റെ സൃഷ്ടികളെ, നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നവനാണ് റഹ്മാനായ റബ്ബ്. അത്തരത്തിൽ നമ്മെ സ്നേഹിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ അടിയാറുകളാവാൻ നമുക്ക് സാധിക്കേണ്ടത്, അതിന് ചില ഗുണവിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗങ്ങളിലായിക്കൊണ്ട് ഒരു അടിമയുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു അടിമയുടെ ഗുണവിശേഷണങ്ങൾ എന്തെല്ലാം ഉണ്ടാകണമെന്ന് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗങ്ങളിലായിക്കൊണ്ട് അള്ളാഹു സൂചിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് ഒരടിമ അവൻ വിനയമുള്ളവനായിരിക്കണം എന്നാണ്. വിനയമുള്ളവനായിരിക്കണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗന. പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് കേട്ട, പലർക്കും ഹിഫ്ളുള്ള, പലർക്കും അതിന്റെ തഫ്സീറുകൾ അറിയുന്ന ആയത്തുകൾ തന്നെയാണ്. ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച് കേട്ട ആയത്താണ്. അള്ളാഹുവിന്റെ യഥാർത്ഥമായ അടിമകൾ എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരായിരിക്കും. അക്രമികളായ അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകൾ അവരോട് സംസാരിക്കുകയാണ് എങ്കിൽ സമാധാനപൂർവമായിരിക്കും അവരുടെ മറുപടി. പ്രിയപ്പെട്ടവരെ, വിനയമുണ്ടാവുക എന്നുള്ളത് വമ്പിച്ച ഒരു ഗുണമാണ്. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഒരു നിഅമത്താണ് നമ്മൾ വിനയമുള്ളവരായിരിക്കുക എന്നുള്ള കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത സ്വദഖത്തും മിൻ മാലിൻ, ഒരാൾ സ്വദഖ കൊടുത്തു എന്ന് കരുതിയിട്ട് അയാളുടെ സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ കുറഞ്ഞു പോവുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ പ്രതാപമല്ലാതെ ഇസ്സത്തല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അധികരിപ്പിച്ചു കൊടുക്കുകയില്ല. വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തുക തന്നെ ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ടൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ദുനിയാവിന്റെ എന്തെങ്കിലും നേടിയെടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നമുക്ക് നേടിയെടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടം നമുക്ക് നേടിയെടുക്കണം, അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു വസ്തുവകകൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന വിനയമല്ല, മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും മേഖലകളിൽ വിനയം കാണിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉയർത്തുക തന്നെ ചെയ്യുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നീ തടഞ്ഞു വെക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹത്താ തകൂന മിനൽ മുഅ്മിനീൻ, നീ വിശ്വാസികളുടെ കൂട്ടത്തിലാകാൻ വേണ്ടിയാണ് അത്തരത്തിൽ നീ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് അൽ കിബ്റ ബിത്തവാദു, അഹങ്കാരത്തെ വിനയം കൊണ്ടും, വൽ ഹിർസ ബിൽ ഖനാഅ, തൃപ്തി കൊണ്ട് ആർത്തിയെയും, വൽ ഹസദ ബിൻ നസീഹ, ഗുണകാംക്ഷ കൊണ്ട് അസൂയയെയും നീ തടഞ്ഞു വെക്കണം. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് വിനയം കൊണ്ട് നിന്നിലുണ്ടാകുന്ന അഹങ്കാരത്തെ നീ തടഞ്ഞു വെക്കണമെന്നാണ് അദ്ദേഹം നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടന്നതുകൊണ്ട് യാതൊന്നും നമുക്ക് നേടാനില്ല, ഒന്നും തന്നെ നമുക്ക് നേടാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്, വലാ തംശി ഫിൽ അർദി മറഹ,
ഭൂമിയിൽ അഹന്തയോടുകൂടി അഹങ്കാരത്തോടുകൂടി നീ നടക്കരുത്. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂന. നിനക്ക് ഭൂമിയെ പിളർത്താനോ പർവ്വത സമാനമായി നിനക്ക് ഉയരാനോ യാതൊന്നിനും നിനക്ക് സാധിക്കുകയില്ല. നീ കേവലം സൃഷ്ടി മാത്രമാണ്. നമ്മൾ കേവലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടാനുകോടി വരുന്ന സൃഷ്ടി ചരാചരങ്ങളിൽ ഒരു സൃഷ്ടി മാത്രമാണ്. അഹങ്കരിക്കാൻ നമുക്ക് എന്താണ് അവകാശമുള്ളത്? ഒന്ന് രോഗിയായാൽ നമ്മുടെ അവസ്ഥ നമുക്ക് അറിയുന്നതാണ്. അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ലാത്തവനാണ് മനുഷ്യൻ. അതുകൊണ്ട് അഹങ്കരിച്ച് നടക്കുന്നതിൽ യാതൊരു ഖൈറുമില്ല എന്നാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുമ്പോൾ അവിടുന്ന് ഉപദേശിച്ചത്, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർദി മറഹ. അഹങ്കാരത്തോടുകൂടി അഹന്തയോടുകൂടി മനുഷ്യർക്ക് നേരെ നീ നിന്റെ കവിളിനെ തിരിക്കരുത് എന്നാണ്. വലാ തംശി ഫിൽ അർദി മറഹ. അഹന്തയോടുകൂടി ഭൂമിയിലൂടെ നീ നടക്കുകയും ചെയ്യരുത് എന്നും ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മോനെ ഉപദേശിച്ചു. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനം നടിക്കുന്നവനെയും പൊങ്ങച്ചം കാണിക്കുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയേ ഇല്ല. അതുപോലെ തന്നെ കിബർ നമ്മിൽ ഉണ്ട് എങ്കിൽ സ്വർഗ്ഗത്തിലേക്കുള്ള ആദ്യ പ്രവേശനം പോലും നമുക്ക് നഷ്ടമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. അണുമണി തൂക്കം ഹൃദയത്തിൽ കിബറുണ്ട് എങ്കിൽ, അഹങ്കാരമുണ്ട് എങ്കിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനാണ്? നമ്മളിവിടെ ജുമാക്ക് ഒരുമിച്ച് കൂടി 5 വക്ത് നമസ്കാരങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുന്നു, സ്വതക്കകൾ നൽകുന്നു, നോമ്പ് റമദാൻ മാസം വരുമ്പോൾ നോമ്പെടുക്കുന്നു, ഒരുപാട് സൽപ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ മാറുന്നു. എന്തിനു വേണ്ടിയാണ്? ആ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടിയാണ്. അതിന് തടസ്സമാകുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കത്തോളം കിബർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ, അത് അറിവിന്റെ പേരിലാകട്ടെ, സമ്പത്തിന്റെ പേരിലാകട്ടെ, സൗന്ദര്യത്തിന്റെ പേരിലാകട്ടെ, തറവാടിത്തത്തിന്റെ പേരിലാകട്ടെ, എന്തിന്റെ പേരിലായിക്കൊള്ളട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം കിബർ അത് ഉണ്ട് എങ്കിൽ ആ നാളെ സ്വർഗത്തിലേക്കുള്ള ആദ്യ പ്രവേശനം പോലും നമുക്ക് തടയപ്പെടുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇനി എന്താണ് കിബർ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കിബറു ബതറുൽ ഹഖി വഗംതുൻ നാസ്. അത് സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ വില കുറച്ച് കാണലുമാണ്. ഒരു സത്യം നമുക്ക് വന്നെത്തി, ഒരു ഹക്കായ കാര്യം നമ്മളേക്ക് വന്നെത്തി, അതിനെ നിരാകരിക്കുക, അതിനെ സ്വീകരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ജനങ്ങളെ വില കുറച്ച് കാണുക. അതല്ലാതെ നല്ല വസ്ത്രം ധരിച്ചു, നല്ല വാഹനത്തിന് സഞ്ചരിച്ചു, നല്ല വീട് വെച്ചു, അതല്ലെങ്കിൽ നല്ല രൂപത്തിൽ ജീവിക്കുന്നു, അതൊരിക്കലും അഹങ്കാരമല്ല. പക്ഷേ ആ നിഅമത്തുകളെല്ലാം ലഭിക്കുമ്പോഴും ആ നിഅമത്തുകളെല്ലാം നമുക്ക് സത്യത്തെ നിരാകരിക്കാനും മറ്റുള്ളവരെ വില കുറഞ്ഞു കാണാനും നമ്മൾ ആ നിഅമത്തിനെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് കിബർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, വിനയത്തിന്റെ ഉദാത്തമായ ഒരുപാട് ഉദാഹരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ അഷ്റഫുൽ ഖൽഖായ ഏറ്റവും മഹത്വത്തിന് അർഹനായി തീർന്ന, പുകഴ്ത്തലുകൾക്ക് അർഹനായി തീർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹചാരികൾക്ക് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. നിങ്ങൾ ഒരിക്കലും ഇബ്നു മറിയമിനെ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നസ്രാനികൾ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. ഫഇന്നമാ അന അബ്ദു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്നുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഉപദേശിച്ചു. പ്രിയപ്പെട്ടവരെ, പുകഴ്ത്തപ്പെടാൻ, വാഴ്ത്തപ്പെടാൻ ഏറ്റവും അർഹനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടായിരുന്നു. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം നൽകി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തു, അവൻ നമ്മളെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചിട്ടില്ല എങ്കിൽ, അവൻ നമ്മളെ കണ്ടപ്പോൾ ഒന്ന് സലാം പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ എന്താണെന്ന് നമ്മൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവൻ എന്നെ കണ്ടിട്ടൊന്ന് ചിരിക്കണം, എന്നെ കണ്ടിട്ടൊന്ന് സലാം പറയണം, എന്നെ ഒന്ന് ബഹുമാനിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ,
ഉദാത്തമായ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബിലും നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല ലി സൽമാനു യാ ജരീർ തവാളഅ ലില്ലാഹ് ഫഇന്നഹു മൻ തവാളഅ ലില്ലാഹി ഫിദ് ദുനിയ റഫഅഹു അല്ലാഹു യൗമൽ ഖിയാമ. സൽമാൻ റളിയല്ലാഹു തആല അൻഹു എനിക്ക് ഉപദേശം നൽകി. എന്താ പറഞ്ഞത്? യാ ജരീർ തവാളഅ ലില്ലാഹ്, ജരീരെ നീ അല്ലാഹുവിന് വേണ്ടി നീ വിനയം കാണിച്ചോ. ഫഇന്നഹു മൻ തവാളഅ ലില്ലാഹി ഫിദ് ദുനിയ, അല്ലാഹുവിന് വേണ്ടി ദുനിയാവിൽ ആരെങ്കിലും വിനയം കാണിച്ചിട്ടുണ്ട് എങ്കിൽ റഫഅഹു അല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തുമെന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറ്റൊരു വാചകം കാണാം. ഇന്നകും ലതഗ്ഫുലൂന അൻ അഫ്ളലിൽ ഇബാദാത്ത്, നിങ്ങൾ എല്ലാവരും ഉത്കൃഷ്ടമായ ഇബാദത്തിനെ സംബന്ധിച്ച് നിങ്ങൾ അശ്രദ്ധരാണല്ലോ. എന്നിട്ട് അദ്ദേഹം മഹദി പറഞ്ഞത് അത്തവാദു, അത് ഏതാണ് വിശദീകരിച്ച് മഹദി പറഞ്ഞു, അത് വിനയം കാണിക്കലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ യഥാർത്ഥമായ അടിമകളാവണോ അവൻ ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാമത്തെ ഗുണം അവൻ വിനയാന്വിതനായിരിക്കുമെന്നാണ്. അവൻ അഹങ്കാരമില്ലാത്ത വിനയാന്വിതമായി ജീവിക്കുന്ന ജനങ്ങളോടും അതുപോലെ തന്നെ അള്ളാഹുവിനോടും ഒരുപോലെ വിനയം കാണിക്കുന്നവനാണ് എന്നാണ് ഈ ആയത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവനോട് വിനയം കാണിക്കാനും അതുപോലെ തന്നെ ജനങ്ങളോട് വിനയം കാണിക്കുന്നവരുടെയും കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമുക്കറിയാം, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപാട് സുന്നത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ അധികമായി അധികരിപ്പിക്കുക എന്നുള്ളത്. അബി ഔസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് അത് ജുമുഅ ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം വഫീഹി ഖുബിം, ആ ദിവസത്തിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടതും ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞതും. വഫീഹി അന്നഫഖതു വഫീഹി അസ്സഅഖ, ആ ദിവസത്തിൽ തന്നെയാണ് അന്ത്യദിനം സംഭവിക്കാനിരിക്കുന്നതും. ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീഹി, അതുകൊണ്ട് ആ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്തുകൾ നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലൈ, നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ തുഅറദു സ്വലാത്തുനാ അലൈക വഖദ് അരിംത, പ്രവാചകരെ, അള്ളാഹുവിന്റെ റസൂലെ, എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ താങ്കൾക്ക് പ്രദർശിപ്പിക്കപ്പെടുക? താങ്കൾ മരണപ്പെട്ട് മണ്ണോട് ചേർന്നതിന് ശേഷം എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ പ്രദർശിപ്പിക്കപ്പെടുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാഇ, റസൂലുമാരുടെ നബിമാരുടെ ജസദുകൾ, ശരീരങ്ങൾ, അത് മണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. അത് മണ്ണൊരിക്കലും എന്ത് ചെയ്യൂല, തിന്നു കളയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇനി ഇന്ന് മഗ്രിബ് വരേക്കും എന്തുണ്ട്, ആ സമയം നമുക്കുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം, അധികമായി കൊണ്ട് ഈ ദിവസത്തിൽ സ്വലാത്ത് ചെല്ലണം. നമ്മുടെ സ്വലാത്തുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെടും. ഒരു സ്വലാത്തെങ്കിൽ ഒരു സ്വലാത്ത് 10 എണ്ണം കഴിയുന്നവർ 10 എണ്ണം, എത്ര എണ്ണാണോ കഴിയുന്നവർ അത് അധികരിപ്പിക്കുക. റസൂൽ പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. നിങ്ങൾ അധികമായി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വലാത്തിനെ അധികരിപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്താനും പുലർത്താനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.